എല്ലാവർക്കും നമസ്കാരം. ഞാൻ പ്രഭയാണ്. ഗുരു പൂർണിമ ദിവസമായ ഇന്ന് നമ്മുടെ എല്ലാ ഗുരുക്കന്മാരെയും ആത്മാർത്ഥമായി സ്മരിക്കുന്നു. നമ്മുടെ പത്രിജയെയും സുപ്രജയെയും വണങ്ങുന്നു. ഞാനിന്ന് നമ്മുടെ ശ്രീ ബുദ്ധ ഭഗവാനെ പറ്റി 2 വാക്ക് പറയാമെന്ന് വിചാരിച്ചു. ശ്രീ ബുദ്ധ ഭഗവാനെ പറ്റി ആലോചിക്കുമ്പോൾ തന്നെ കുടുംബജീവിതമെല്ലാം ത്യജിച്ച് സന്യാസത്തിന് പോയ ആളാണല്ലോ. ഒന്നിനോടും ആസക്തിയില്ലാതെ ക്ഷമയും താഴ്മയും സ്നേഹവും എല്ലാവർക്കും കൊടുത്ത് നമ്മളെയും ആ പാതയിലേക്ക് നയിച്ച ശക്തിയാണ്. അപ്പോൾ ഞാൻ ബുദ്ധഭഗവാന്റെ കുറച്ച് വചനങ്ങൾ പറയാമെന്ന് വിചാരിച്ചു. അർത്ഥശൂന്യമായ 1000 വാക്കുകളേക്കാൾ മികച്ചതാണ് ആശ്വാസം നൽകുന്ന ഒരു വാക്ക്. നിങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വാക്കുകൾ 3 കവാടങ്ങളിലൂടെ കടന്നു പോകട്ടെ. ഇത് സത്യമാണോ? ഇത് ആവശ്യമാണോ? ഇത് നന്മയുള്ളതാണോ? നിങ്ങളുടെ പക്കലുള്ളതിന് എല്ലായ്പ്പോഴും നന്ദിയുള്ളവരായിരിക്കുക. ധാരാളം ആളുകൾക്കൊന്നുമില്ല എന്നതാണ് സത്യം. ക്ഷമയോടെ കാത്തിരിക്കുക, എല്ലാം ശരിയായ നിമിഷത്തിൽ നിങ്ങൾക്ക് ലഭിക്കും. സ്നേഹം കൊണ്ട് ക്രോധത്തെ ജയിക്കുക, പുണ്യം കൊണ്ട് പാവത്തെ ജയിക്കുക, ഔദാര്യം കൊണ്ട് പിശുക്കിനെ ജയിക്കുക, സത്യം കൊണ്ട് അസത്യത്തെ ജയിക്കുക. നഷ്ടപ്പെടുവാൻ ഒന്നും സ്വന്തമായിരുന്നില്ല എന്ന തിരിച്ചറിവിലാണ് ഓരോ ബുദ്ധനും ജനിക്കുന്നത്. ഇന്ന് നിങ്ങളെ എന്താണോ ദുഃഖിപ്പിച്ചത് അത് നാളെ നിങ്ങളെ ശക്തനാക്കും. ഞാനെന്ന ഭാവമില്ലാതെ ജീവിക്കുക. ഇത്രയാണ് എനിക്ക് പറയാനുള്ളത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഗുരുപാദ നമസ്കാരത്തോടെ നിർത്തുന്നു. താങ്ക് യു.